അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും അറിയാം വിനീഷ് വ്ലോഗറിനെ ഒക്കെ. അപ്പൊ ചേച്ചി വിനീഷ് ചേട്ടനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞങ്ങളുടെ കുഞ്ഞൂസ് കൂടെ ഉണ്ട് കേട്ടോ. അത് തന്നെ കുഞ്ഞൂസ് കളിയാ ബ്രദറിന്റെ കൂടെ. അപ്പൊ നമ്മളിപ്പോ ഉള്ള അനൂപിയേട്ടന്റെ വീട്ടിലാണ് കേട്ടോ. ഞാനാണ് ബിഹൈൻഡ് ദ ക്യാമറ. അപ്പം നമുക്ക് ഇവര് വീടൊക്കെ മേടിച്ചു, പുതിയ വീട്. അപ്പൊ അനൂപിയേട്ടനും വീട് മേടിച്ചു. അപ്പൊ നമ്മൾക്ക് ഇനി മേടിക്കാനുള്ളവരും എല്ലാരും ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിനീഷേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, കാഷ്വൽ ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. പോലും നമുക്കറിയാം നിങ്ങൾ പുതിയ വീട് വാങ്ങിച്ചു എന്നറിയാം. അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മോർഗേജ് ബാങ്കിൽ അപ്ലൈ ചെയ്തത്, നമുക്ക് എത്ര രൂപ ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അല്ല, നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞങ്ങള് ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 year ആയി ഓൾറെഡി. അപ്പൊ ലച്ച് വന്നിട്ട് ഇപ്പം നേഴ്സ് ആണെങ്കിൽ ഓൾറെഡി അറിയാമല്ലോ, 6 months കഴിഞ്ഞാണ് ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് തന്നെ വീടുകൾ ഇങ്ങനെ ചുമ്മാ പോയി കാണുമായിരുന്നു. ഇവിടെ ഡാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെയിലുള്ള വീടുകൾ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ചില വീടുകൾ സെയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ, വണ്ടി എപ്പോഴേ നിർത്തിയിട്ട് അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ചുമ്മാ നമുക്കിങ്ങനെ നോക്കി മനസ്സിലാക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വീടുകൾ കാണുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അപ്പൊ നമ്മൾ എടുക്കാൻ നേരം ആ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8 മാസത്തോളം ഇങ്ങനെ വീടുകൾ ചുമ്മാ ഒരു കാര്യമില്ലാതെ ചുമ്മാ ഇങ്ങനെ പോയി കാണും. അപ്പൊ നമുക്ക് കുറെ ഐഡിയാസ് അങ്ങനെ കിട്ടിയായിരുന്നു. പിന്നെ ശരിക്ക് വീട് വാങ്ങുമ്പോൾ നമ്മൾ 2 രീതിയിൽ ചിന്തിക്കണം. നമുക്ക് ഫസ്റ്റ് ഹാൻഡ് വീട് വേണോ അതോ സെക്കൻഡ് വീട് വേണോന്ന്. ഫസ്റ്റ് ഹാൻഡ് വീട് വാങ്ങുമ്പോഴത്തേക്ക് അതിന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രോസസ് എന്നല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്രോച്ച് ആണ് അതിന്. സെക്കൻഡ് ഹാൻഡ് ഹൗസ് വാങ്ങുമ്പോൾ അതിന് വേറൊരു അപ്രോച്ച് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാൻഡ് വീട് വാങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫസ്റ്റ് ഹോം സ്കീം ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ ഹെൽപ് ടു ബൈ കിട്ടും. ഹെൽപ് ടു ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും വർക്കിംഗ് ആണെന്നെങ്കിൽ നമുക്ക് ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാൻഡ് വീട് വാങ്ങാൻ വേണ്ടി അവരൊരു ഗ്രാന്റ് നമുക്ക് തരും. അത് നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാം. അതുപോലെ ഫസ്റ്റ് ഹോം സ്കീം എന്ന് വെച്ചാൽ വലിയ രീതിയിൽ മോർഗേജ് ഉള്ള വീടാണെങ്കിൽ അവര് കുറച്ച് പോർഷൻസ് ഹോൾഡ് ചെയ്യും വീടിന്റെ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 ലക്ഷത്തിന്റെ വീടാണെങ്കിൽ ഇവര് ചിലപ്പോൾ നമുക്കൊരു 70,000 euro ഇവര് ഹോൾഡ് ചെയ്യും ഷെയർ പോലെ. ബാക്കി പൈസക്ക് നമ്മൾ മോർഗേജ് എടുത്താൽ മതി. പക്ഷെ സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 കാറ്റഗറി നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ തന്നെ 10% ഡെപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ആ 10% ഡെപ്പോസിറ്റ് നമ്മളായിട്ട് സമ്പാദിച്ചതായാലും മതി, അതല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് മണി ആയിട്ട് കാണിച്ചാലും മതി. എന്നാൽ പോലും നമ്മുടെ സേവിങ്സ് ഹാബിറ്റ് കുറച്ച് കാണിക്കണം. ഒരു മേ ബി ഒരു 5,000 എങ്കിലും നമ്മൾ റെഗുലർലി ഒരു മന്ത്ലി ഒരു 500 വെച്ചെങ്കിലും നമ്മൾ സേവിങ്സ് ചെയ്യുന്ന പോലെ സ്റ്റാൻഡിങ് ഓർഡർ ഒക്കെ ഇട്ട് സേവിങ്സ് കാണിക്കണം. പിന്നെ നമുക്കിപ്പോ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണ് ഇപ്പൊ വാങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഹൗസിന്റെ കാര്യങ്ങളാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങളുടെ ഹൗസ് ഞങ്ങൾ വാങ്ങിയത് 210 യൂറോയ്ക്കാണ്. അത് ശരിക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു വൻ പ്രൈസ് ഹൈക്കിന് മുന്നെയാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് 1,89,000 euro എടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 18,000 euro സേവിങ്സ് കാണിച്ച, അല്ല 2,10,000 ആയതുകൊണ്ട് 21,000 euro സേവിങ്സ് കാണിച്ചാൽ മതിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സോളിസിറ്റർ ഫീ എന്നും പറഞ്ഞ് ഒരു ഇത് ആഡായിട്ട് വരും. അപ്പം നമ്മൾ വീട് വാങ്ങാൻ വേണ്ടി മോർഗേജ് അപ്ലൈ ചെയ്ത് ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ സോളിസിറ്റർ ഫീയും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കാണിക്കണം. പിന്നെ നമ്മള് പ്രോസസിങ് ചെയ്ത ഒരു മോർഗേജ് അഡ്വൈസർ ത്രൂ ആണ്. അപ്പം ആൾക്ക് ഒരു 500 euro ഫുൾ പ്രോസസിങ്ങിന് വേണ്ടിയായി. പിന്നെ ബാങ്കിൽ നിന്ന് ഒരു സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു വെരിഫിക്കേഷൻ പോലെ നമ്മുടെ വീട് വന്ന് നോക്കും, അതിനൊരു 150 euro. പിന്നെ എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഏകദേശം 150 something euro ആയിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് പൈസ വരുന്നത്. പിന്നെ ഫസ്റ്റ് വീട് എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഓൾമോസ്റ്റ് നമുക്ക് വരാറാകുമ്പോഴത്തേക്കും ഒരു സ്നാഗിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എല്ലാം ചെയ്തേക്കുന്നത് പ്രോപ്പർ ആയിട്ടാണോ എന്ന് നമുക്കൊരു എക്സ്റ്റേണൽ ഒരു ആളെ വെച്ചിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇതിൽ വരുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഹൗസ് വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എഞ്ചിനീയർ റിപ്പോർട്ട് എടുക്കാം.
എന്ന് വെച്ചാൽ ഈ വീടുകള് നമ്മൾ എടുക്കാൻ പോകുന്ന വീടുകൾ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവരപ്പോ കുറെ കാറ്റഗറി ചെക്ക് ചെയ്യും, എന്നിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് തരും. അപ്പൊ ആ റിപ്പോർട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഫോർവേഡ് ചെയ്താൽ മതി. ചില റിപ്പോർട്ട് ചിലപ്പം സ്ട്രക്ചറലി പ്രോബ്ലം ഉള്ള ഒരു വീടാണെങ്കിൽ നമ്മൾ പിന്നെ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാവാം. കാരണം നമുക്ക് അതിനോട് താല്പര്യമില്ല, ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ഒഴിവാവാം. അങ്ങനെ രണ്ടിനും ഡിഫറെന്റ് പ്രോസസ്സുകളാണ് ശരിക്കും. ഞാൻ വേറെ അഭിപ്രായം ചോദിച്ചിട്ട്, നമ്മളിപ്പം 10% ബാങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആ 10% നമ്മുടെ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വേറെ പറഞ്ഞു. അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് ഈ 10% ലോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ക്രെഡിറ്റ് സ്കോർ ഇവർ ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വേറെ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പേഴ്സണൽ ലോൺ ഒക്കെ ആണെങ്കിൽ അത് പ്രത്യേകം പറയും, നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം എന്ന് പറയും. കാർ ലോൺ ആണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഈ 10% നമുക്ക് ലോണായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും നമ്മുടെ സേവിങ്സ് ഹാബിറ്റ് പോലെ നമ്മൾ സേവ് ചെയ്യണം. അത് ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ AB അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് AB അക്കൗണ്ടിൽ തന്നെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കാം. എന്നിട്ട് അതിനകത്തോട്ട് മന്ത്ലി നിങ്ങളൊരു 500 euro ഒക്കെ നിങ്ങൾക്ക് മന്ത്ലി ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്ന പോലെ ചെയ്യാം. പിന്നെ നാട്ടിലോട്ട് നിങ്ങൾ ഒരു 300 ഒക്കെ വെച്ച് അയച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അവരത് ചോദിക്കും, നിങ്ങൾക്ക് നാട്ടിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടോ, നാട്ടിലെ ക്രെഡിറ്റ് സ്കോറും ലാസ്റ്റ് മോർഗേജ് പാസ്സാവുന്ന സമയം അവര് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. നാട്ടിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യും. കാരണം നമുക്ക് കൂടുതൽ ലയബിലിറ്റീസ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവര് കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ. അപ്പം പുതിയ വീട് എടുക്കാനായിട്ട് ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മോർഗേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു 6 മന്തിലേക്ക് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മോർഗേജ് അഡ്വൈസർ ത്രൂ പോകുക എന്നാണ്. അപ്പം മോർഗേജ് അഡ്വൈസർ നിങ്ങളെ ഇപ്പം അത് 6 മന്ത് ബിഫോർ നിങ്ങൾ മോർഗേജ് അഡ്വൈസറിനെ സമീപിക്കണം. അപ്പൊ അവര് പറയും, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അപ്പം നോക്കുമ്പോ അവര് പറയും നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. അപ്പം അടുത്തൊരു 6 മാസത്തേക്ക് അവര് നമുക്കൊരു റൂട്ട് തരും, ഇന്നതുപോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന്. ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞു 6 മാസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ 6 മാസം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കി നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഈ 6 മാസത്തിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ വീടുകൾ പോയി ചുമ്മാ കണ്ട് സെറ്റ് ആക്കണം, ചുമ്മാ പോയി കാണണം. ഇപ്പം നമ്മൾ മോർഗേജ് പാസ്സായിട്ട് നമ്മൾ പോയി കാണാന്നുള്ളതല്ല എന്റെ മീനിങ്. നിങ്ങൾക്ക് ഇപ്പം ബിഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അതിന്റെ ലൊക്കേഷൻസും, കാരണം ചില വീടുകൾ പോകുമ്പം നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ അടുത്തൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പൊ നൈറ്റിൽ ഒരാൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവിടെ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. വീടുകൾ ഓരോന്നും ലൊക്കേഷൻസ് ബേസ് ചെയ്ത് വീടുകൾ ജസ്റ്റ് അകത്ത് കയറി കാണാൻ നമുക്ക് അപ്രൂവൽ ഇല്ലാതെ ഇവിടെ ഓപ്ഷനേഴ്സ് സമ്മതിക്കത്തില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് സെയിൽ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന വീടിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നതിന് ആരും ഒന്നും പറയത്തില്ല. അപ്പൊ പറഞ്ഞാൽ മതി, ഞാൻ ഇതുപോലെ ബോർഡ് കണ്ടിട്ടാ ജസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടിലും ഗേറ്റിലൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷനും കാര്യങ്ങളും. പിന്നെ ചില സമയം നമ്മള് നല്ല മഴയുള്ള സമയത്താ ചിലപ്പോൾ പോകുന്നെങ്കിൽ ലോൺ ഏരിയയിലൊക്കെ നല്ല മഴവെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള വീടുകൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ബാക്ക് യാർഡിലൊന്നും മഴയുള്ള സമയം ഈ വീട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വീടുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പേവിംഗ് സ്റ്റോൺ ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയേ പറ്റുള്ളൂ. അപ്പം പല പല വീടുകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. ഈ വീട് ചിലപ്പോൾ ചില വീടുകൾ ഓൾറെഡി പേവിംഗ് സ്റ്റോൺ ഇട്ടേക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊരു വീട് കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഓൾറെഡി പേവിംഗ് സ്റ്റോൺ ഇട്ടേ, അപ്പൊ ആ പൈസ നമുക്ക് സേവ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറെ വീടുകൾ നിങ്ങളൊരു 6 മന്ത് ബിഫോർ തന്നെ കണ്ട് പോകണം. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പുതിയ വീട് മേടിച്ചാൽ നമുക്ക് കുറെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പുതിയ വീടും പഴയ വീടിനും മെയിൻ്റെനൻസ് ഉണ്ട്. പക്ഷെ പുതിയ വീടുകൾക്ക് ഈ പറഞ്ഞ പോലെ ടൈലൊക്കെ നമ്മൾ തന്നെ വീണ്ടും ഇടേണ്ടി വരും. പഴയ വീടുകൾക്കും ഇതുപോലെ റെനോവേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചില ടൈലുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അത് മാറ്റിയിട്ട് പല പല ഇത് ഇടുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ അവർക്ക് എന്താണോ ആ കിച്ചണിൽ അവരുടേതായ രീതി ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നമുക്ക് ഇപ്പൊ ഉള്ള വീടിന്റെ രീതികൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമുക്ക് ക്യാഷ് എക്സ്ട്രാ ആവത്തില്ല. പക്ഷെ നമ്മളുടെ ഡ്രീംസ് കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എക്സ്പെൻസും കൂടും. അപ്പം അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. അപ്പം നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ എന്തോരം ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളുടെ ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പം ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ വേറൊരു സൈഡിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മള് ബുദ്ധിമുട്ടാകേണ്ടി വരും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച്
എന്താ ട്രിക്കി ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അത് തന്നെ. പിന്നെ അത് തന്നെ. അപ്പം കൊറേ കാര്യങ്ങള് ഇവര് പറഞ്ഞു തന്നു. പുതിയ വീട് മേടിക്കാനായിട്ട് പോകുന്നവർക്കെല്ലാം ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഇത്ര സംസാരിച്ചതിന് താങ്ക് യു കേട്ടോ. അതുപോലെ തന്നെ എല്ലാരും ഇവരുടെ ചാനലും കാണും. സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടുകാരെ അതുപോലെ ബന്ധുക്കാരൊക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാരും വിനീഷ് വ്ലോഗറെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ അതെ തിരിച്ചും ഇവരുടെ കൂട്ടുകാർ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇനി അനൂപേട്ടനെ ഒന്ന് വിളിക്കാം. അനൂപേട്ടൻ ഇപ്പൊ പുതിയ വീട് മേടിച്ചത് അധികം ആയിട്ടില്ല, കുറച്ച് മാസങ്ങളായുള്ളൂ. അപ്പൊ അനൂപേട്ടനോടും ചോദിക്കാം പുതിയ വീട്ടിൽ താമസിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള പുതിയ വീടിന്റെ എക്സ്പീരിയൻസ്. അനൂപ്രോ പുതിയ വീട് മേടിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് നമ്മള് പുതിയ വീട് മേടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇന്റീരിയറും കാര്യങ്ങളൊന്നും ബിൽഡർ പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു എക്സ്ട്രാ ഒരു പൈസ കൊടുക്കേണ്ടി വരും. പുതിയ വീട് പിന്നെ വീടിന്റെ സ്ട്രക്ചർ മാത്രമേ കാണത്തുള്ളൂ, ഇൻസൈഡും കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പൊ ഇന്റീരിയർ ശരിക്കും നിങ്ങൾ ഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഓരോ ഇന്റീരിയർ എങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞ് ഞങ്ങളുടെ ഈ വീട് ഞങ്ങൾ ഞങ്ങള് കുറെ വീടുകൾ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്റീരിയർ. ബിക്കോസ് കിച്ചണൊക്കെ പ്ലാൻ ചെയ്തു. ടൈൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ടൈലും ഞങ്ങള് ഈ കളർ ഞങ്ങൾ തന്നെ വേറൊരു വീട് ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തു. ഈ ടൈല് സപ്ലൈ ചെയ്യുന്ന അവര് തന്നെയാണോ ടൈല് നിങ്ങൾക്ക് ചെയ്തു തന്നത്? അല്ല, ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തതല്ല ചെയ്തത്, വേറെ ആൾക്കാർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ടൈലിന്റെ ക്വാളിറ്റി അതെല്ലാം നമ്മൾ തന്നെ അസസ് ചെയ്യണം. അതിൽ നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്യണം. പുതിയ വീടാകുമ്പോൾ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ജസ്റ്റ് ടൈൽ കടക്കാർ പറയും ഇപ്പൊ പ്രീമിയം ടൈൽസ് എ റേറ്റഡ് ബി റേറ്റഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഓക്കെ, അപ്പം ഇത്ര പറഞ്ഞ അനുപേട്ടനും താങ്ക്സ്. ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. ബൈ.